ഹലോ ഗൈസ്, അങ്ങനെ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആഫ്റ്റർ എ ലോങ് ടൈം ഐ ആം ബാക്ക്. ഡ്യൂ ടു സം പേഴ്സണൽ റീസൺസ് ഞാൻ കുറച്ച് ഗ്യാപ്പ് എടുത്തു എല്ലാത്തിൽ നിന്നും. ബട്ട് നൗ ലെറ്റ്സ് സ്റ്റാർട്ട്. അങ്ങനെ ഡയറക്റ്റഡ് ബൈ ക്രിസ്റ്റഫർ നോളൻ, ഒഡീസി ഇന്നലെ പോയി കണ്ടു. ആൻഡ് ഇന്നലെ വീഡിയോ എടുക്കാൻ വിചാരിച്ചാണ്, ബട്ട് ഐ വാസ് സോ ഇമോഷണൽ. ആ ഒരു ഇമോഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഐ വിൽ ബി ലൈക്ക് ഐ ഡോണ്ട് നോ, ഭയങ്കരമായിട്ട് ചിലപ്പം ഓവറായിട്ട് എൻ്റെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യും. ബിക്കോസ് ദിസ് ഫിലിം ഈസ് ആബ്സല്യൂട്ട് സിനിമ. ഇതിൻ്റെ വിഷ്വൽ സൈഡ് എടുത്ത് നോക്കിയാലും ടെക്നിക്കൽ എടുത്ത് നോക്കിയാലും എവ്രിതിങ് വാസ് സൂപ്പർ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് ക്രിസ്റ്റഫർ നോളൻ പടമാണ്. ഒബ്വിയസ്ലി ഞാൻ പുള്ളിയുടെ ഏത് പടം കണ്ടാലും ലൈക്ക് ഐ ഗീവ് ഹിം ആൻ ലൈക്ക് ഞാൻ ഭയങ്കര എക്സ്പെക്റ്റേഷൻ ഇട്ടാണ് പുള്ളിയുടെ പടം എല്ലാം കാണാറ്. എനിക്ക് ആ എക്സ്പെക്റ്റേഷനെ കാട്ടിയും നെക്സ്റ്റ് ലെവൽ ഫീലിംഗ് ആണ് എനിക്ക് പടത്തിൽ കിട്ടിയത്. ആൻഡ് പെർഫോമൻസ് എടുത്ത് നോക്കിയാലും എവ്രിതിങ് വാസ് ടോപ്പ് നോച്ച്. പിന്നെ എനിക്ക് കുറച്ച് വിഷമമുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐമാക്സിൽ പോയി കാണണം ആയിരുന്നു. ഞാൻ കണ്ടത് ഏരീസ് പ്ലക്സിലാണ് പോയി കണ്ടത്. ബിക്കോസ് എല്ലാവർക്കും അറിയാമെന്നുള്ള പോലെ ലൈക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് സ്ക്രീൻസ്, ബട്ട് ക്രോപ്ഡ് ആയിരുന്നു. ലൈക്ക് ഐമാക്സിന് വേണ്ടിയിട്ട് ചെയ്ത പടമാണ്. ബേസിക്കലി നമുക്ക് ഇന്ത്യയിൽ പ്രോപ്പറായിട്ടൊരു ഐമാക്സ് തിയേറ്റർ ഇല്ല. അപ്പം നിങ്ങൾ കാണാൻ പോകുന്നുണ്ടെങ്കിൽ ഐ വിൽ ലൈക്ക് നിങ്ങൾ നല്ലൊരു ഐമാക്സിൽ പോയി കണ്ടോ, അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം നല്ലൊരു വിഷ്വൽ ഫീൽ കിട്ടും. എനിക്ക് ആ ഒരു സാധനം കുറച്ച് വിഷമമുണ്ട്. പിന്നെ എനിക്ക് നല്ല അസൂയുണ്ട്. ഈ പുറത്തൊക്കെ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഐമാക്സിലൊക്കെയാണ് പോയി പടം കാണുന്നതെന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമമുണ്ട്, അസൂയ നന്നായിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് എടുത്ത് പറയുകയാണെങ്കിൽ ഇതൊരു ഗ്രീക്ക് മിത്തോളജി ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. ഇതിനൊരു ചെറുതായിട്ടൊരു ലൈക്ക് ഇതിന് മുന്നേ നടന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എവിടെയെങ്കിലും വായിച്ചിട്ടൊക്കെ പോകുന്നതായിരിക്കും നല്ലത്. ട്രോജൻ വാർ എന്താണ്, അവിടെ എന്താണ് സംഭവിച്ചത്, ആരാണ് ഒഡീസി, പിന്നെ ഈ രാജകുമാരൻ ആരാണ്, അത് കഴിഞ്ഞിട്ട് ഇവരാരൊക്കെയാണ്, അതൊക്കെ കുറച്ചെങ്കിലും ഒന്ന് വായിച്ചിട്ട് പോകുന്നത് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പടം ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഓവറോൾ ഐഡിയ കിട്ടത്തുള്ളൂ. ബേസിക്കലി ഞാനിത് പണ്ട് കേട്ടിട്ടുണ്ട് ഇതിൻ്റെ ഒരു കഥയും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ലൈക്ക് കഥ മനസ്സിലാവാതെ ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. ആൻഡ് പടത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇതിലെല്ലാം ഉണ്ട് ബ്രോ. ഇമോഷണൽ സൈഡാണെങ്കിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആക്ഷൻ സീക്വൻസസ് ഉണ്ട്. ആക്ഷൻ സീക്വൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പൈററ്റ്സ് ഓഫ് കരീബിയനും കാര്യങ്ങൾ വെച്ച് കമ്പയർ ചെയ്യില്ല. ഞാൻ ട്വിറ്ററിൽ ഒരുപാട് സാധനം ഇതേപോലെ കണ്ടു. പ്ലീസ് ഡോണ്ട് എക്സ്പെക്ട് ദാറ്റ് കൈൻഡ് ഓഫ് സ്റ്റഫ്. പൈററ്റ്സ് ഓഫ് കരീബിയൻ പോലും എക്സ്പെക്ട് ചെയ്ത് പോകരുത്. അപ്പോൾ ആക്ഷൻ സൈഡായി, ഇമോഷണലായി, അത് കഴിഞ്ഞിട്ട് കുറേ ലൈക്ക് ഫെയറി ടെയിൽ കൈൻഡ് ഓഫ് കാര്യങ്ങളും. പിന്നെ ഇറ്റ് വാസ് ആക്ച്വലി ഒരു പവർ പാക്ഡ് പടം, എല്ലാം ഉണ്ട് അതിനകത്ത്. പിന്നെ നിങ്ങൾ ദൈവീത് മാസ് മസാലൊന്നും പ്രതീക്ഷിച്ച് പോകരുത്. ഒരു ക്ലാസിക്കൽ പടം, പണ്ടൊരു ഗ്രീക്ക് മിത്തോളജി ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോറിയും, അന്ന് അവിടെ എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഒഡീസി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇത് ചെയ്തത്, അങ്ങേർക്ക് എന്താണ് അങ്ങേരുടെ ലൈഫിൽ പറ്റിയത്, എന്തുകൊണ്ടാണ് അങ്ങേര് ഇങ്ങനെ ആയത്, അങ്ങനത്തെ ഒരു ലൈക്ക് ഓവറോൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്നൊരു പടമാണ്. പിന്നെ ഇതിൻ്റെ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിൽ നല്ല വിഷമമുണ്ട്. കാരണം ട്വിറ്ററിലൊക്കെ നല്ല ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. അതിലൊരു പ്രോപ്പർ ഒരു ക്വീൻ്റെ ക്യാരക്ടർ കാസ്റ്റ് ചെയ്ത് വെച്ചിട്ട്. ബട്ട് എനിക്ക് ഇങ്ങനത്തെ ആൾക്കാരൊന്നും പറയില്ല. കാരണം ഇന്നത്തെ കാലത്തും ബ്ലാക്ക് മാറ്റേഴ്സ്, അത് ഇത് ലൈക്ക് ബ്രോ, ഹ്യൂമാനിറ്റി നീഡ് ടു എക്സിസ്റ്റ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട, ലൈക്ക് നമ്മുടെ തലമുറ ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോകുക, അതിനെ നടക്കത്തുള്ളൂ. ആൻഡ് പടം ഈസ് സോ ഗുഡ്. നിങ്ങൾ മാക്സിമം തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ ഒരുപാട് നാൾ കൊണ്ട് റിവ്യൂസും ഇടാത്തതുകൊണ്ട് എനിക്ക് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. ഇത് കുറേ നേരം വീണ്ടും റീടേക്ക് ചെയ്താണ് ഞാൻ ഇതുവരെ എത്തിയത്. സോ ഗൈസ്, എനിക്ക് ഒഡീസിയെ പറ്റി ഇത്രേ പറയാനുള്ളൂ. എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക. കാരണം ഇത് ഒരു ചെറിയ സ്ക്രീനിൽ കാണാൻ ഉള്ള പടം അല്ല ബേസിക്കലി. കാരണം അവരത്ര എഫേർട്ട് ഇട്ട് അത്രയ്ക്ക് വിഷ്വൽസ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് വേണ്ടിയിട്ട് അവർ തിയേറ്റർ ഒരു ഫീസ്റ്റാണ് നമുക്ക് തന്നത്. നമ്മൾ ഒബ്വിയസ്ലി നമ്മളത് യൂട്ടിലൈസ് ചെയ്യണം. കാരണം ഐ ആം ഡാം ഷുവർ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പടം ഒത്തിരി ഇഷ്ടപ്പെടും. കാരണം പിള്ളേരെ കൊണ്ടുപോകോ, എല്ലാവരെയും ലൈക്ക് ഫാമിലിയായിട്ട് പോയി കണ്ടോ. ദിസ് പടം ഈസ് സോ ഗുഡ്. ആൻഡ് അഗെയിൻ ആഫ്റ്റർ ഓപ്പൺഹൈമർ വി വിറ്റ്നസ്ഡ് ആൻഡ് അനദർ ക്രിസ്റ്റഫർ നോളൻ സംഭവം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഒഡീസി.
ഇനി അടുത്ത പടവുമായിട്ട് ഞാൻ വരാം. ഓക്കെ, ബൈ ബൈ ഗൈസ്, ലവ് യു, ടേക്ക് കെയർ.